ഫുട്ബോൾ എന്ന ഗെയിമിനെ ഏറെ ആവേശകരമാക്കി മാറ്റിയെടുക്കുന്നത് മിന്നൽ നീക്കങ്ങളോ അത്ഭുത ഗോളുകളോ മാത്രമല്ല, 90 മിനിറ്റും ആർപ്പ് വിളിച്ച് സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആരാധകർ കൂടിയാണ്. കാണികൾ ഒഴിഞ്ഞ ഒരു വേദിയിൽ കളിക്കുക എന്നത് ഏതൊരു ഫുട്ബോളറും ആഗ്രഹിക്കാത്ത കാര്യം തന്നെയായിരിക്കും. കാരണം കാണികളുടെ ആക്രോശവും സ്നേഹവും പിന്തുണയുമാണ് താരങ്ങളുടെ കാലുകൾക്ക് വേഗതയും മനസ്സിന് ആത്മവിശ്വാസവും പോരാട്ട വീര്യവുമെല്ലാം നൽകാറുള്ളത്. എന്നാൽ ഇതേ കാണികൾ തന്നെ കളിക്കാർക്ക് നേരെ തിരിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇത് സ്വന്തം ടീമിന്റെ ഫാൻസ് തന്നെയാണെങ്കിൽ അത് ഏതൊരു വമ്പൻ താരത്തെയും മാനസികമായും ശാരീരികമായും തളർത്തുക തന്നെ ചെയ്യും. സ്വന്തം ടീമിന്റെ ആരാധകരാൽ അധിക്ഷേപിക്കപ്പെട്ട ചില വമ്പൻ താരങ്ങൾ ലോക ഫുട്ബോളിലുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളിൽ ഒരാളെന്ന് വിശേഷിക്കപ്പെടുന്ന അർജന്റീനിയൻ ക്യാപ്റ്റനും സ്റ്റാർ സ്ട്രൈക്കറുമായ ലയണൽ മെസ്സിയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ. നേരത്തെ ഫ്രഞ്ച് ലീഗിൽ പാരീസ് സെന്റ് ജർമ്മനു വേണ്ടി കളിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇതേ ടീമിന്റെ കാണികളാൽ അധിക്ഷേപിക്കപ്പെട്ടത്. 2022 മാർച്ചിൽ ഫ്രഞ്ച് ലീഗ് മത്സരത്തിൽ ബോർഡോയ്ക്കെതിരെ കളിച്ചപ്പോഴായിരുന്നു സ്വന്തം ടീമിന്റെ ആരാധകർ തന്നെ മെസ്സിയെ കളിയാക്കിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റയൽ മാഡ്രിഡുമായി നടന്ന UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മികച്ച ലീഡ് നേടിയ ശേഷം ടീം അത് കൈവിട്ടതാണ് PSG ആരാധകരെ ക്ഷുഭിതരാക്കിയത്. ബോർഡോയ്ക്കെതിരെ ഇറങ്ങിയപ്പോൾ മെസ്സിയെ മാത്രമല്ല ടീമംഗമായ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറിനെയും കാണികൾ കൂകി വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ മുൻ സ്റ്റാർ സ്ട്രൈക്കർ വെയ്ൻ റൂണിയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ. അന്താരാഷ്ട്ര കരിയറിലെ അവസാന കാലത്തായിരുന്നു ഇംഗ്ലീഷ് ടീമിന്റെ എക്കാലത്തെ മികച്ച ഗോളടി വീരനായ അദ്ദേഹം കാണികളുടെ പരിഹാസപാത്രമായത്. 2016 യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് ടീമിന്റെ നിരാശാജനകമായ പ്രകടനമാണ് ആരാധകരെ നിരാശരും പ്രകോപിതരുമാക്കിയത്. പിന്നീട് മാൾട്ടയുമായുള്ളൊരു കളിയിൽ റൂണി ഇംഗ്ലണ്ട് ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവർ കൂകി വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു. കളിയിൽ താരത്തിന്റെ പ്രകടനവും തീർത്തും നിരാശാജനകമായിരുന്നു. ഇത് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം സ്ലോവാക്യക്കെതിരായ അടുത്ത കളിയിൽ നിന്നും റൂണിയെ അന്നത്തെ ഇംഗ്ലണ്ട് കോച്ചായ ഗരറ്റ് സൗത്ത്ഗേറ്റ് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ദേശീയ ടീമിനായി താരം കളിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് നിരാശാജനകമായ മറ്റൊരു കാര്യം. വെയിൻസിന്റെ മുൻ സൂപ്പർ താരവും ക്യാപ്റ്റനുമായിരുന്ന ഗരേത്ത് ബേലും ഈ തരത്തിൽ സ്വന്തം കാണികളുടെ പരിഹാസം വാങ്ങിയിട്ടുണ്ട്. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിനായി കളിച്ചിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് മോശം അനുഭവം ഉണ്ടായത്. ഒരു തവണ മാത്രമല്ല, പലതവണ റയൽ ആരാധകരിൽ നിന്നും ബേലിന് ഈ തലത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബേലിനെ തളർത്തിയിരുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. മിന്നുന്ന പ്രകടനങ്ങളിലൂടെയാണ് കളിക്കളത്തിലെ ഈ മോശം അനുഭവങ്ങൾക്ക് അദ്ദേഹം അവർക്ക് മറുപടി നൽകിയിട്ടുള്ളത്.